മുളഞ്ഞി എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മുടെ സിനിമാ പ്രാന്തൻ പേജിൽ റിലീസായ ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിം, അതിന്റെ കാസ്റ്റ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. എല്ലാവർക്കും വെൽക്കം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മുളഞ്ഞിയുടെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് തന്നെ എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾക്ക് സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നതായിരുന്നു. മുളഞ്ഞി റിലീസായപ്പോ എല്ലാവരും പറഞ്ഞു നിങ്ങളതിലിങ്ങനെ ജീവിക്കുന്നതാണെന്ന്. സ്ക്രീനിൽ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ നമ്മള് അണിയറയില് എല്ലായ്പ്പോഴും കുറെ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളത് ഞങ്ങളായിട്ട് ഏറ്റെടുത്ത സ്ലാങ് ഒക്കെ മാറിപ്പോയി. പിന്നെ അത് ശരിക്കും അപ്പങ്ങോട്ട് പറഞ്ഞതാണ്. ഇനി വേറെ ഒരു സീൻ എടുക്കുമ്പോൾ അത് വേറെ ഡയലോഗിൽ മാറും. കാരണം എന്റെ അനിയത്തി ഒപ്പുണ്ട്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ചേച്ചി സ്വന്തം അനിയത്തിയും ചേച്ചി ക്യാൻസർ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ്, അത് എല്ലായിടത്തും ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഒരുപാട് ട്രോമയെ കൂടിയും ട്രാജഡി കൂടിയും കടന്നുപോയി അങ്ങനത്തെ. അപ്പൊ മഹേഷ് ഞങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞിരുന്നു, ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ പോലും നമ്മൾ അതൊന്നും ഒട്ടും അവരെ അങ്ങനെ ഒരു സിമ്പതിയുടെ ആവശ്യമില്ല. എങ്ങനെയാണോ നമ്മൾ സാധാരണ അതിന് മുന്നേ ഉണ്ടായിരുന്നത് അതേ ഒരു തന്നെയാണ് നമ്മൾ കാണിക്കേണ്ടത്. ഞങ്ങളുടെ ഫാമിലി എല്ലാം കൂടി മഹേഷിന്റെ പ്ലാനിങ്ങും ഈ ക്യാരക്ടേഴ്സും എല്ലാം കൂടി ചേർന്നപ്പോ അത് കറക്റ്റ് ഒരു മുളഞ്ഞിയുള്ള ഉണ്ടല്ലോ അതുപോലെ തന്നെ ആയിരുന്നുള്ളതാണ്. മുളഞ്ഞി എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മുടെ സിനിമാ പ്രാന്തൻ പേജിൽ റിലീസായ ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിം, അതിന്റെ കാസ്റ്റ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. എല്ലാവർക്കും വെൽക്കം. സുഖാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാരും ടീച്ചേഴ്സ് ആണോ? എല്ലാവരും ടീച്ചേഴ്സ് ആണ്. 3 പേരും ടീച്ചേഴ്സ് ആണ്. ആരും നേഴ്സാണോ? ഓക്കെ. പല പല ഫീൽഡിലുള്ള ആൾക്കാർ ആക്ടിങ്ങിൽ ഇങ്ങനെ ഒരുമിച്ച് വന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മുളഞ്ഞിയുടെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് തന്നെ എങ്ങനെയുണ്ടായിരുന്നു? മുളഞ്ഞി ഞങ്ങൾക്ക് സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നതായിരുന്നു. മുളഞ്ഞി റിലീസായപ്പോ എല്ലാവരും പറഞ്ഞു നിങ്ങളതിലിങ്ങനെ ജീവിക്കുന്നതാണെന്ന്. അത് എക്സാക്ട്ലി അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അത് ഞങ്ങൾക്ക് നല്ല അനുഭവമാണ്. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ തടവെന്ന സിനിമയിൽ ഇവിടെ ശകലം, പിന്നെ രണ്ടാമത്തെ ഒരു ഷോർട്ട് ഫിലിമാണ് എനിക്കിത് കിട്ടിയത്. പിന്നെ അത് നന്നായിട്ട് കൂടിയും നന്നാക്കാമായിരുന്നു എന്ന് പിന്നീട് തോന്നി കണ്ടു കഴിഞ്ഞ ശേഷം കുറച്ചും കൂടി ഒന്നും കൂടി ആയിരുന്നു. പിന്നെ ആ ഫിലിം ക്യാരക്ടർ കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ മധു എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് തന്നിരുന്നു. ഒരു വിധത്തിലും ഞങ്ങളതിനെ അത്ര പറ്റില്ലാന്നോ അങ്ങനെ പോരാന്നോ ഒന്നും ഞങ്ങളോട് പറയാറുണ്ടായിരുന്നില്ല. അവൻ നല്ല സപ്പോർട്ടായിരുന്നു. നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി ഞങ്ങൾക്ക് അതില്. ചേച്ചി ഇതിൽ പൂച്ചി എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ചൊരു ഇമോഷണൽ ട്രാക്കും വരുന്നുണ്ട്, അല്ലാണ്ട് ഫാമിലി ട്രാക്കും വരുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് വർക്ക് ആണെന്ന് തോന്നുന്നു ചേച്ചി. സ്ക്രീനിൽ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ നമ്മള് അണിയറയില് എല്ലായ്പ്പോഴും കുറെ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ മഹേഷ് ഒരു ശ്രീജ അറങ്ങോട്ടുകര ഒരു നാടക പ്രവർത്തകയാണ്. അപ്പൊ മഹേഷ് ശ്രീജയുടെ അടുത്താണ് സ്ക്രിപ്റ്റ് ആദ്യം കൊടുത്തത്. അപ്പൊ ശ്രീജ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഇതിന്റെ ത്രെഡ് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ത്രെഡായിട്ട് എനിക്ക് തോന്നി, അപ്പൊ നീ ചെയ്യണു എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മള് അവിടെ അറങ്ങോട്ടുകരയില് പാഠശാല അങ്ങനത്തെ ഒരു ട്രസ്റ്റ് ഉണ്ട്. അപ്പൊ പാഠശാല, കലാപാഠശാല, കൃഷി പാഠശാല. അപ്പൊ കൃഷിയും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ട്രസ്റ്റ്. അതിൽ നമ്മൾ കലകള് നാടകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. പിന്നെ കൃഷി കുറെ ഏക്കറുകൾ കൃഷി, അപ്പൊ രണ്ടും കൂടി സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ട്രസ്റ്റ് ആണത്. അപ്പൊ അതിലെപ്പോഴും നമ്മൾ സജീവമായിട്ട് അതിന്റെ പിന്നിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ അഭിനയം എനിക്ക് എന്തോ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് അതിനൊരു അഭിനയിക്കാൻ പോട്ടെ എന്ന് ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ പോലും നമുക്ക് അന്നില്ലായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ 4 പേരും കൂടിയിട്ട് അർമാദിച്ചത് ഞാന് ശ്രീജ, പിന്നെ ഞങ്ങൾക്ക് വേറെ 2 ഫ്രണ്ട്സ് മിനിഷ എന്നൊക്കെ പറഞ്ഞാൽ അവര് ഒരു 10-30 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അതേ ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അനിത എന്ന് പറഞ്ഞാൽ എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ബീനയുടെ ഫ്രണ്ടാണ്. അപ്പൊ ബീന മുഖാന്തരാണ് അനിത വന്നത്. പക്ഷെ അനിതയെ നമ്മളൊരു സ്റ്റേറ്റ് കലോത്സവ വേദിയിൽ വെച്ചിട്ടാണ് ഞാനും അനിതയും കാണുന്നതും പരിചയപ്പെടുന്നത്. അപ്പൊ ഞങ്ങൾ ഒരുപാട് കൊല്ലം മുമ്പേ ഉള്ള ഒരു പരിചയം പോലെ
ഞങ്ങൾ അന്നും അനിതെന്ത് പറഞ്ഞാലും ഇത് ചിരിച്ചോണ്ടിരിക്കും. ഞാനാണെങ്കിൽ പിന്നെ ഹസ്ബൻഡിനെ അറിയില്ലേ, നാട്ടിൻ പുറത്തുള്ള ആളുകൾ അവരൊക്കെ ഓരോരുത്തരും ഓരോ ക്യാരക്ടറാണ്, ഒക്കെ രസകരമായ ക്യാരക്ടേഴ്സ് തന്നെ. അപ്പൊ ആളുകൾ ചിലപ്പോ ഇങ്ങനെ കണ്ണിരുന്നിട്ട് അങ്ങനെ ചിരിക്കും. അപ്പൊ ഞാൻ എന്താ ചിരിക്കുന്നു വെച്ചാൽ അപ്പൊ ഒരാളുടെ കഥ ഇങ്ങനെ പറയും, പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയും. അതിനെ ഞാൻ ഒന്നുകൂടി എക്സാജറേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ സദസ്സുകളൊക്കെ ഞാൻ വിളമ്പും. അപ്പൊ അങ്ങനെ അനിതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിക്കും. അപ്പൊ ഇങ്ങനെ കുറെ ദിവസം കഴിഞ്ഞിട്ട് അതിങ്ങനെ ചോദിക്കും എന്തായി അത്. അപ്പൊ പല പ്രാവശ്യം ഇങ്ങനെ കേൾക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ. അപ്പൊ ഞങ്ങള് 4 പേരെന്ന് പറഞ്ഞാല് ഒരു പിന്നെ അനിതയുടെ ചേച്ചിയാണല്ലോ ഗേൾ ചേച്ചി. ഒരു അപരിചിതത്വം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇത് പാവം ഇതുപോലെ ഒരു മോൻ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് ആഗ്രഹിച്ചു പോകും. പിന്നെ മഹേഷ് നമുക്ക് ഫുൾ എന്താ പറയാ, ഒരു ഈഗോയും ഇല്ലാത്തൊരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് നമ്മള് ഞങ്ങളിപ്പോ അങ്ങനെ റിഹേഴ്സൽ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും ഒക്കെ പറഞ്ഞാൽ എല്ലാ മഹേഷ് അത് അങ്ങനെ ചെയ്യാൻ നമുക്കൊരു സപ്പോർട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണെങ്കിലും അത് ഇത് നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഇത് ചിലരിപ്പോ അവരുടെ സ്ക്രിപ്റ്റ് ഒന്നും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പക്ഷെ മഹേഷ് മാത്രമല്ല, ടീമിലെ എല്ലാ അംഗങ്ങളും ഭയങ്കര ലവബിളായിരുന്നു, ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഞങ്ങൾ രാവും പകലും രാത്രി കിടക്കുന്നത് വരെയും ആ ഫാമേഷെയറിൽ 3 ദിവസം 4 ദിവസം ഞങ്ങൾ ഇടയ്ക്കൊക്കെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യും. നീ ഈ ഡയലോഗ് പറഞ്ഞു, അത് നന്നായിട്ടുണ്ട് എന്നൊക്കെ ചിലപ്പോ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ശ്രീജ, അവള് കുറെ കാലങ്ങളായിട്ട് നാടകത്തില് ഉള്ളതാണ്. അപ്പൊ എല്ലാവരുടെയും കൂടി എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരേ ചിന്താഗതികളിലൊക്കെ ഒരേ വേവ് ലെങ്ത് ഉള്ളവരുടെ ഒരു കൂട്ടായ്മ. അപ്പൊ ആ കെമിസ്ട്രി എല്ലാം ആ ഇൻപുട്ട് ബെസ്റ്റ് ആയിട്ട് ഞങ്ങള് ഔട്ട്കം ആയി എന്നാണ് കിട്ടിയിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അതായിരിക്കാം ചിലപ്പോ ആ കെമിസ്ട്രി വർക്ക് ചെയ്തതായിരിക്കാം. ഞങ്ങൾ ആ ഷൂട്ടിംഗ് ഒന്നും ഇല്ലാത്ത സമയത്തും ഇങ്ങനെ കലപില പറഞ്ഞിട്ടും അപ്പൊ അവരും പറയാറുണ്ട് നിങ്ങൾ ഇവര് ശരിക്കുള്ള ഡയലോഗാണോ പറയുന്നത്, മനസ്സിലാവാറില്ല. ഞാൻ കുറെ പറഞ്ഞു. പ്രൊഫഷൻ നേഴ്സാണ്, ആക്ടിങ് താല്പര്യം ഉണ്ടായിട്ട് അങ്ങനെ വന്നതാണോ? ഞാൻ ബാലസംഘത്തിന്റെ കേരളത്തിന്റെയും നാടക കലാജാഥകളുടെ നാടകങ്ങളുടെ കലാജാഥകളിലൂടെയൊക്കെയാണ് അഭിനയം എന്ന് പറഞ്ഞ സംഭവത്തെ പരിചയപ്പെടുന്നത്, അതിനെ പ്രവർത്തിക്കുന്നതൊക്കെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് തടവ് സംവിധാനം ചെയ്തിട്ടുള്ള ഫാസിലിക്കയുടെ അതിര് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിന് ചെറിയ വേഷം ചെയ്തിരുന്നത്. അതാണ് ആദ്യത്തെ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ തുടങ്ങുന്ന സമയത്താണ് അതിര് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് നഴ്സിംഗ് പഠിച്ച് തീരാറാവുമ്പോഴാണ് ഫാസിലിക്ക വഴിയാണ് മഹേഷായിട്ട് വിളിക്കുന്നത്. അങ്ങനെയാണ് മുളഞ്ഞിയിലേക്ക് എത്തുന്നതും മുളഞ്ഞ് ചെയ്യുന്നതും ഒക്കെ. പക്ഷെ ഈ പറഞ്ഞുകൊണ്ട് രണ്ട് തരത്തിലുള്ള അനുഭവങ്ങളായിരുന്നു. വീണ്ടും മുമ്പത്തെ ഓർമ്മകളൊക്കെ വീണ്ടെടുക്കാൻ പറ്റിയൊരു അനുഭവമായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഈ 4 പേരും അത്രയും അടിപൊളിയായിട്ട് അവര് ക്യാമറ ഓഫ് ആക്കിയാലും ഓണാക്കിയാലും ഒരുപാട് സംസാരിക്കുകയും പരസ്പരം കുറ്റങ്ങൾ പറയുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്ന ആ രീതിക്ക് തന്നെയായിരുന്നു അവിടെ സെറ്റിലായാലും. നമുക്ക് സത്യം പറഞ്ഞ മഹേഷിന് അധികം പണിയെടുക്കേണ്ടി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ. അപ്പൊ അവരെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു. ഫാർമേഷെയർ അതിന് പറ്റിയൊരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ നേഴ്സായിട്ട് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഇപ്പൊ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ സത്യത്തിൽ ഒരു ബോണസ് പോയിന്റ് പോലെ എനിക്ക് തോന്നിയില്ല. കാരണം നമ്മൾ അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നിട്ടൊന്നുമല്ല കിട്ടുന്നത്, ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പൊ പലരും ഇപ്പൊ ഷോർട്ട് ഫിലിം ആയാലും അങ്ങനെ ഒരു അവസരങ്ങൾ തേടി നടക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാലോ. അങ്ങനെയൊന്നും അവസരങ്ങൾ തേടി നടക്കാനായിട്ടും ഇങ്ങോട്ട് എത്തുന്നതാണ് അതിരായാലും വളരെയായാലും. അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് കാണുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു, നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഇതുപോലത്തെ ഒരു മോനെ കിട്ടണം എന്ന് ആഗ്രഹം പറഞ്ഞല്ലോ. ഇവരായിട്ടുള്ള ബോണ്ടിങ് എങ്ങനെയായിരുന്നു? ഈ 4 പേരുമായിട്ടുള്ള ബോണ്ടിങ് എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെന്നപ്പോ തന്നെ എന്നെ ഏറ്റെടുത്ത പോലെ എന്റെ ലാസ്റ്റ് ആയിട്ടാണ് ഈ ടീമിന്റെ ഒപ്പം ചേരുന്നത്. എനിക്ക് ലാസ്റ്റ് വർക്ക്ഷോപ്പിന്റെ ഡേറ്റിലാണ്. അപ്പൊ അന്ന് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ഒരു കോമ്പൻസേഷൻ പീരീഡ് ഉണ്ട്. അപ്പൊ അതിന് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മനുഷ്യട്ടൻ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ നൈറ്റിന്റെ സമയത്ത് ഞാനൊരു വീഡിയോ ഓഡിഷനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിൽ പോലും ഒരു വീഡിയോ സീനിങ്ങനെ ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കുകയും അതുവഴി ഒരു ഡേറ്റിന് മനുഷ്യരുടെ ഫാർമേഷെയറിൽ എത്താൻ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഫാർമേഷെയറിൽ എത്തുന്നത്. അപ്പൊ ഇവര് ഓൾറെഡി സ്ക്രിപ്റ്റ് പഠിച്ച് റെഡിയായി പലതവണ റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ചെല്ലുമ്പോ എനിക്ക് പുതിയതായൊരു സ്ഥലത്ത് എത്തുന്നതിന്റെ എല്ലാവിധ ടെൻഷനും
കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ അടുത്തേക്ക് എത്തിയപ്പോ പിന്നെ അതൊക്കെ മാറി. അന്ന് തന്നെയാണ് ഒരു ട്രയൽ ഷൂട്ട് ചെയ്തിരുന്നത്. ആ ട്രയൽ ഷൂട്ടും കൂടി കഴിഞ്ഞപ്പം നമുക്ക് കൂടുതൽ സന്തോഷമായി. നമുക്ക് പിന്നെ ചെയ്യാം എന്നുള്ള ഇതിലേക്ക് എത്തി. എന്റെ സജഷൻസ് ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ചങ്ങനെ പരിചയമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബൈക്കായിരുന്നു ആദ്യത്തെ ഒരു ഓപ്ഷൻ. അപ്പൊ ബൈക്ക് വേണ്ട, നമുക്ക് സ്കൂട്ടിയിൽ ഓടിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ മഹേഷ് അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവര് ഈ പറഞ്ഞ പോലെ ഭക്ഷണമായാലും ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുകയും ഒരുമിച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ ഇപ്പൊ ഞാനും ടീച്ചറുമാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ വരുന്നത്. അപ്പൊ ടീച്ചറും ഞാനും തമ്മിലുള്ള ഡയലോഗ് ഞങ്ങൾ ഒരുപാട് വട്ടം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വട്ടം അവിടെ ഇരുന്ന് പല രീതിക്ക് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും അത് സെറ്റിലായാലും വർക്കൗട്ട് ചെയ്ത് നോക്കുകയും ചെയ്തിട്ടാണ് അങ്ങനെ ആയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഏറ്റവും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീൻ ഉണ്ടല്ലോ, ഇൻഡോർ വരുന്ന നിങ്ങൾ ആ ഫൈറ്റ് ചെയ്യുന്ന 4 സിസ്റ്റേഴ്സിന്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, അതിന്റെ ഡയലോഗ്സ് എങ്ങനെ എഴുതി തന്ന പോലെ പഠിച്ചു പറയായിരുന്നോ അതോ നിങ്ങളുടെ കയ്യിൽ നടായിരുന്നോ ചെയ്തത്? അത് എഴുതി തന്നതല്ല. ഒന്നാമത് ഇതിന്റെ സ്ലാങ് തന്നെ വ്യത്യസ്ത രീതിയിലായിരുന്നു മഹേഷിന്റെ എക്സ്പെക്ടേഷൻ. പക്ഷെ ഞങ്ങളത് ഞങ്ങളായിട്ടാണ് ഏറ്റവും സ്ലാങ് ഒക്കെ മാറിപ്പോയി. പിന്നെ അത് ശരിക്കും അപ്പണ്ട് പറഞ്ഞതാണ്. ഇനി വേറെ ഒരു സീൻ എടുക്കുമ്പോൾ അത് വേറെ ഡയലോഗായി മാറും. കോൺസ്റ്റന്റ്. അപ്പൊ അത് ഞാനത് അത്ഭുതപ്പെട്ടത് നമ്മൾക്ക് പറയാനൊരു സ്ലോട്ട് പോലും തരാതെ ഭയങ്കരമായിട്ട് പൈക്കിത് പോകും ഇവര്. അപ്പൊ എനിക്ക് പറയാൻ ഞാൻ എവിടെ പറയണം, ഇങ്ങനെ പറയണം, എപ്പോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും നാച്ചുറൽ ആയിട്ടാണ് അത് പോയിരിക്കുന്നത്. പിന്നെ അതൊരു അധികം റീടേക്ക് എടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അതായത് എല്ലാവരും കണ്ടു നിന്നവര് ശരിക്കാണോ, ഇവര് ശരിക്കും തന്നെയാണോ എന്നിട്ട് കാണുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അവൻ പറഞ്ഞ പോലെ ഇവര് അഭിനയിക്കുകയാണോ അതോ ഇത് ശരിക്കും സംഭവിക്കുകയാണോ എന്ന് ഓൺ ദ സ്പോട്ടിൽ തന്നെ പലരും സംശയിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ത്രെഡിന്റെ ഒരു പവർ അത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ സമൂഹത്തില് നമ്മളിപ്പോ നിലയും വിലയൊക്കെ ഉള്ളവര് എന്ന് നമ്മൾ വിചാരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അവരെക്കാട്ടിലൊക്കെ ശരിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നത് എപ്പോഴും ഒരു നമ്മള് സാമൂഹികമായി, ജാതീയമായി അല്ലെങ്കിൽ സാമ്പത്തികമായി ഒക്കെ താഴെ നമ്മൾ വിചാരിക്കുന്നവരാണ്. അവരാണ് കൂടുതൽ ലൈഫ് അതേപോലെ. ഇപ്പൊ അവർക്ക് ദേഷ്യം വന്നാൽ അവർക്ക് അത് ദേഷ്യമായിട്ട് അവർ കാണിക്കും. അവർക്ക് ഇഷ്ടം തോന്നിയാൽ അത് ഇഷ്ടമാണ്, അവർക്ക് വെറുപ്പ് തോന്നിയാൽ അത് വെറുപ്പാണ്. പക്ഷെ നമ്മളൊരു ഒരു ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ് ഒക്കെ കീപ്പ് ചെയ്യുന്നവർക്ക് എപ്പോഴും അതിങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഹാപ്പിയാണ്, ഞാൻ എന്റെ ലൈഫിൽ ഹാപ്പിയാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എന്റെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല, ഞാൻ ഭയങ്കര എല്ലാവരെക്കാട്ടിലും ഞാൻ മുന്നിലാണ് എന്നൊക്കെ കാണിക്കാനുള്ള ഒരു വ്യഗ്രത എപ്പോഴും ഉണ്ട്. പക്ഷെ മറ്റവരെന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നും അഭിനയിക്കേണ്ടല്ലോ. അവർക്ക് എപ്പോഴും അങ്ങനെയുള്ളവരാണ്. അവരാണ് ഈ സ്ത്രീ സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞാൽ പോലും അങ്ങനെ ആ സ്ത്രീകളാണ് കൂടുതലും സ്വാതന്ത്ര്യം കൂടി എടുക്കുന്നത് എന്നൊക്കെ പലപ്പോഴും. ഇപ്പൊ നമ്മളൊരു സാമ്പത്തികമായി ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ സ്ത്രീകള് പുറത്തേക്ക് പോകുമ്പോൾ ഇന്ന സമയത്ത് നമ്മൾ പോകണോ, ഇന്ന ആവശ്യത്തിന് പോകണോ, തിരിച്ചു വരുമ്പോ കൃത്യസമയം, അവർക്ക് മറ്റേ ആർക്ക് അറിയില്ലല്ലോ. അവർ ഇഷ്ട സമയത്ത് പോകണം. ചിലപ്പോൾ വീട്ടിൽ വന്ന ഇപ്പൊ ഗൃഹനാഥനൊക്കെ ചോദിക്കും, അവരൊന്നും അന്വേഷിക്കുന്നില്ല എപ്പോഴാ വന്നപ്പോ. അങ്ങനെയൊക്കെയുള്ള ഒരു ഫ്രീഡം ആസ്വദിക്കുന്നത് പോലും അവരാണെന്ന് തോന്നാറുണ്ട്. നമ്മൾ വിചാരിക്കും അവരെ ഇങ്ങനെ, പക്ഷെ അവരാണ് ശരിക്കും റിയൽ ആയിട്ട് ജീവിക്കുന്നത്. മറ്റേതൊക്കെ ഒരു തരം നാട്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ഏത് സ്ഥലത്ത് ചെന്നാലും അതിനൊക്കെ ഒരു നാട്യങ്ങൾ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആ സാധാരണക്കാരന്റെ ഒരു ലൈഫ് അതാണ് എല്ലാവരും അതങ്ങനെ ഏറ്റെടുത്തത് എനിക്ക് തോന്നാം. ഇത് കണ്ടവരൊക്കെ ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്, ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് എന്ന് കണ്ടവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പൊ കണ്ടത് ഒരുപാട് പേര് അങ്ങനെയാണ് പറഞ്ഞത്. ചേച്ചി അഭിനയിക്കാനുള്ള താല്പര്യം നേരത്തെ മുതലുണ്ടോ? അതെ, എനിക്ക് നേരത്തെ മുതലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 4 പേരാണ് യഥാർത്ഥത്തിൽ വീട്ടിലുള്ളത്. ശരിക്കും 4. അത് 2ാമത്തെ സ്ഥാനം തന്നെയാണ് എനിക്ക്. ഒരു ചേച്ചി 2 അനിയന്മാരാണ് എനിക്ക്. അപ്പൊ എനിക്ക് ആ അഭിനയത്തിൽ തന്നെ എനിക്ക് അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയപ്പോ തന്നെ എനിക്ക് ഇത്തിരി കോൺഫിഡന്റ് കൂടി. കാരണം എന്റെ അനിയത്തി ഒപ്പമുണ്ട്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചേച്ചി സ്വന്തം അനിയത്തിയും ചേച്ചി. അതാ ഞാൻ പറഞ്ഞ 2ാമത്തെ സ്ഥാനമാണ് എനിക്ക് എന്റെ വീട്ടിലുള്ളത്. ഞങ്ങൾ 7 മക്കളാണ്, 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. അങ്ങനെ അപ്പൊ എന്റെ ജീവിതത്തിൽ തന്നെ അങ്ങനെ പലവട്ടം ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ വഴക്കിടാറുണ്ട് ഓരോ കാര്യങ്ങൾക്കുള്ള. അതൊരു ശരിക്കുള്ള ഒരു ജീവിത അനുഭവമായിട്ടാണ് ഞാനിത് എടുത്തു കഴിഞ്ഞിരുന്നു. അപ്പം വളരെയധികം അതെ ഇൻവോൾവ് ചെയ്യാൻ എനിക്ക് അതിന് സാധിച്ചു. പിന്നെ എന്റെ ക്യാരക്ടർ കിട്ടിയപ്പോ എനിക്ക് അത് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിരുന്നു. അപ്പൊ ഞാൻ അതിലേക്ക് ഇറങ്ങി ചെന്നു. ആ മേക്കപ്പിലേക്ക് എനിക്ക് അങ്ങനെ ഒരു അസുഖമാണ് എനിക്കുള്ളത് എന്റെ മൈൻഡില് പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റിയെന്ന് എനിക്കൊരു തോന്നൽ വന്നു. ഇവരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ വീക്കായിട്ടിരിക്കുകയാണ്, അങ്ങനെ ഒരു സന്തോഷം ഇല്ലാണ്ട് ഇവരൊക്കെ വരുമ്പോ എന്നെ കാണാനല്ലേ വരുന്ന ആ സന്തോഷം. അങ്ങനെ എനിക്കത് ക്യാരക്ടർ ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊരു ക്യാരക്ടർക്ക് പറ്റിയെന്ന് എനിക്കൊരു കോൺഫിഡന്റ് ഉണ്ടായിരുന്നു.
അത് കാണുന്നവർക്ക് എനിക്കും തോന്നി ഫസ്റ്റ് ആ മുടി ചെയ്യുന്ന സീനൊക്കെ അത് ഭയങ്കര ഒരു റിയലിസ്റ്റിക് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അയ്യോ വയ്യല്ലോ എന്നൊരു സാധനം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നീ മുളഞ്ഞ് കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ അയ്യോ ഞാൻ കരഞ്ഞു പോയിട്ടോ ജീവിതത്തില് ഇങ്ങനെ ഒരു അവർക്ക് അത്രയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. നിങ്ങൾ അഭിനയിക്കല്ല ജീവിച്ചു പോവുകയാണത് ഇതില് മുളഞ്ഞില് ചെയ്തത്. അത് നല്ലൊരു എല്ലാവരും ഒരു സപ്പോർട്ടും കിട്ടി കഴിഞ്ഞു. അത് മുളഞ്ഞ് കണ്ട ശേഷം എല്ലാവരും എന്നോട് ചോദിച്ചു, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു ഇങ്ങനെ കിട്ടുമ്പോ എനിക്ക് ഓരോരുത്തരും അങ്ങനെ എന്താണ് നമ്മളെ വിളിച്ചിട്ട് അനുമോദിക്കുകയൊക്കെ ചെയ്യല്ലോ. അപ്പൊ ഇത് എപ്പോഴാ കാണാൻ പറ്റുക ഞാൻ മഹേഷിനോട് ചോദിക്കും, മഹേഷ് ഇത് പുറത്ത് വിടണ്ടല്ലോ എന്നെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെതായുള്ള ബുട്ടൻസ് പോയി കിട്ടുമല്ലോ. അപ്പൊ വേണ്ട ടീച്ചറെ പറയും. ഞാൻ പിള്ളേർക്ക് മാത്രമേ അത് കാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ കണ്ടപ്പോ എല്ലാവർക്കും ഒരു ദേവി ഇത്രയും കഴിവുണ്ടായിട്ട് ഇതുവരെ ഞങ്ങൾ സ്കൂളിൽ പോലും ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ഇതും കൂടി എനിക്ക് വന്ന് അവിടുന്ന് ഒരു പറയുന്നുണ്ടായി. അത് കാരണം അതില് നന്നായി അഭിനയിക്കാൻ കഴിഞ്ഞുള്ള ഒരു സന്തോഷം ഉണ്ട് എനിക്കതിന്. ഈ സിസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ ഇതിൽ കാണിക്കുന്ന ആ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അതായത് ഒരു ഫാമിലി ആകുമ്പോൾ ഇങ്ങനെ അടിയും വഴക്കൊക്കെ ഉണ്ടാവും, പക്ഷെ അവസാനം ഇവര് തന്നെ കൂടെ ഉണ്ടാവും. അതെ നിങ്ങളെ സിസ്റ്റേഴ്സ് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മുതൽ ഇപ്പൊ വരെയുള്ളതിൽ എങ്ങനെയാണ് ഒരു ഫാമിലി ഇപ്പം രണ്ടു പേർക്കും വേറെ സെപ്പറേറ്റ് ഫാമിലീസ് ഒക്കെ ആയി, അതും നോക്കണം, ഈ ഒരു സിബ്ലിങ്സ് ബന്ധവും നോക്കണം, എങ്ങനെയാ അതൊക്കെ പോകുന്നത്? ഞങ്ങള് വളരെയധികം എല്ലാവർക്കും ഒരു പറയപ്പെട്ട ഒരു ഫാമിലി ആയിട്ടാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ. ചേച്ചി നല്ല എഡ്യൂക്കേറ്റഡ് ആയിരുന്നു തുടക്കത്തിൽ. അപ്പൊ ചേച്ചി ശരിക്കും ഞങ്ങൾക്ക് റോൾ മോഡൽ, രജനി എന്ന പേര് ചേച്ചി ഞങ്ങളുടെ റോൾ മോഡലാണ് ചേച്ചി. അതേപോലെ ചേട്ടൻ ഗൾഫിലായിരുന്നു, അവരും ഞങ്ങൾക്ക് എന്നും ഒരു റോൾ മോഡലായിട്ട്. അപ്പോ ബേസിക്കലി നമ്മള് എന്താ പറയാ ഈ എഡ്യൂക്കേഷൻ എന്നുള്ള നിലയ്ക്ക് ആ ഒരു രീതിയിൽ നമ്മൾ നല്ലൊരു കൾച്ചർ ഞങ്ങൾക്ക് തുടക്കത്തിൽ ഇവർ തന്നെ ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. ആ ഒരു കൾച്ചർ ചേച്ചി ബാങ്ക് മാനേജർ വീക്ക്നെസ് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഒരു ഫാമിലിക്ക്. അപ്പൊ ചേച്ചി ഒരിക്കലും ഇത്തരത്തിലൊരു വഴക്കിന് എനിക്ക് ഓർമ്മയില്ല. എന്റെ ചേച്ചി അങ്ങനെ വഴക്ക് വന്നിട്ടില്ല. വളരെ സോഫ്റ്റ് ആണ് ചേച്ചി. പക്ഷെ എന്റെ ഈ ചേച്ചിയും രണ്ടാമത്തെ ചേച്ചിയും ചക്കയും ചേച്ചിയുടെ പക്ഷെ കാണുമായിരിക്കും അവര് പെട്ടെന്ന് ശരിയാവും. ഞാനാണെങ്കിൽ 4ാമത്തെ ആളാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ഞാൻ എപ്പോ പറയണം അതേ രീതിയിൽ എനിക്ക് അങ്ങോട്ട് വല്ലാതെ ഇവരെന്നെ എതിർത്ത് പറയാനുള്ള സ്വാതന്ത്ര്യം അമ്മ തന്നിട്ടുണ്ട്. ഈ ചെറിയ കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ എതിർത്ത് പറഞ്ഞ രണ്ടുപേരും തമ്മിലാണ് കോൺഫ്ലിക്റ്റ്. അപ്പൊ മൂത്ത ചേച്ചി സപ്രസ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കൺട്രോൾ ചെയ്യിക്കാൻ അങ്ങനെയായിരുന്നു ചേച്ചി. അപ്പൊ മാത്രമല്ല ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും റോൾ മോഡലായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എത്രയോ വർഷങ്ങൾ മുന്നേ ചേച്ചി അന്ന് തന്നെ MCOM ഒക്കെ കഴിഞ്ഞു, HDC ചേച്ചി നന്നായി പഠിക്കും, അപ്പൊ ഞങ്ങൾക്കും പഠിക്കണം എന്നുള്ള ഒരു രീതി ചേച്ചി അന്ന് ഞങ്ങൾക്ക് തന്നതായിരുന്നു. അപ്പൊ ഇത്തരം വഴക്കില്ലെങ്കിൽ പോലും എന്നാൽ അങ്ങനെ ഈ ഒരു സ്ട്രക്ചറിലാണ് പോകണം. ആ സ്ട്രക്ചറൊക്കെ അങ്ങനെ തന്നെയാ. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇവരൊക്കെ വന്ന് ചേർന്നപ്പോ ഒരു ഫാമിലി മെമ്പേഴ്സായി. പിന്നെ വെൽ പ്ലാനിങ് ആണ് മഹേഷ്. മഹേഷിന്റെ പ്ലാനിങ് ആണ് ഇത് വളരെ സക്സസ് ആയിരുന്നു. കാരണം തലേ ദിവസം തന്നെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം കൃത്യമായ പ്ലാനിങ്ങും. പ്ലസ് ഞങ്ങളുടെ ഒരു ഫാമിലി കെമിസ്ട്രിയും കൂടി ഒന്നിച്ചിട്ട് വർക്ക് ചെയ്തപ്പോ അതൊരു സിനിമയിൽ അഭിനയിച്ചതല്ല എന്നുള്ള രീതിയിലായി മാറി. അതാണ് ഇതിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഫാമിലി എല്ലാം കൂടി മഹേഷിന്റെ പ്ലാനിങ്ങും ഈ ക്യാരക്ടേഴ്സും എല്ലാം കൂടി ചേർന്നപ്പോ അത് കറക്റ്റ് ഒരു മുളങ്ങിയുള്ള ഉണ്ടല്ലോ അതുപോലെ തന്നെ ആയിരുന്നു സക്സസ് ആയി. പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതില് നമ്മൾ ഒരു ക്യാൻസർ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ്. അത് എല്ലായിടത്തും ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഒരുപാട് ട്രോമയെ കൂടിയും ട്രാജഡി കൂടിയും കടന്നുപോയി അങ്ങനത്തെ. അപ്പൊ മഹേഷ് ഞങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞിരുന്നു ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ പോലും നമ്മൾ അതൊന്നും ഒട്ടും അവരെ അങ്ങനെ ഒരു സിമ്പതിയുടെ ആവശ്യമില്ല. എങ്ങനെയാണോ നമ്മൾ സാധാരണ അതിന് മുന്നേ ഉണ്ടായിരുന്നത് അതേ ഒരു തന്നെയാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ അത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇത് ഒരു ക്യാൻസർ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയിലുള്ള ഒരു പേഷ്യന്റ് ഉണ്ട്, ആകെ ട്രോമയായിട്ട് പിന്നെ അവര് ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി കഴിയുന്ന പോലെ ഇതിപ്പോ നമുക്കറിയാം ഇവര് അധികകാലം ജീവിച്ചിരിക്കില്ല എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മളത് ഒരിക്കലും അവരുടെ അടുത്ത് കാണിക്കാൻ, അവരെ നിരുത്സാഹപ്പെടുത്താൻ, മറ്റേതിപ്പോ ഒരു പേഷ്യന്റിനെ കാണാൻ ദിവസേന ആളുകൾ വരുന്നു, ബന്ധുക്കൾ വരുന്നു, അപ്പൊ തന്നെ ഇവർക്ക് മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് അധികം ഇല്ല എന്നൊരു തോന്നല് വരികയാണല്ലോ. അപ്പൊ അതൊന്ന് വ്യത്യസ്തമായിട്ട് അത് പലർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് പറഞ്ഞു. അത് നിങ്ങൾ ട്രീറ്റ് ചെയ്തത് വളരെ നന്നായി മഹേഷ്, അത് ചെയ്തത് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് അങ്ങനെ കാണാറില്ല ഇങ്ങനെ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അഭിനയിക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വർക്ക് അവര് കണ്ടിട്ട് എന്ത് പറഞ്ഞു? പിന്നെ എന്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞതോടുകൂടി പിന്നെ അവർക്ക് എന്റെ മേലെ റെസ്ട്രിക്ട് ഇതൊന്നും, പിന്നെ അവർക്ക് എനിക്ക് കുഴപ്പമില്ല, ഞാൻ പിന്നെ ഞാൻ അഭിനയിച്ചാലോ എന്നല്ലോ, പിന്നെ പുറത്തല്ലേ നോക്കണ്ട.
പിന്നെ അനിയത്തി മക്കളൊക്കെ എപ്പോഴും സപ്പോർട്ടാണ്. അപ്പൊ ഹസ്ബൻഡിനോട് ചോദിക്കും അച്ഛൻ എന്താ അങ്ങനെ പറയണ, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തോട്ടെ. അനിയത്തിയും ചോദിക്കും ഏട്ടൻ എന്തിനാ അങ്ങനെ പറയണ, ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യട്ടെ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആള് ഇത് മാത്രമായിട്ട് ബാക്കി എല്ലാ ഫ്രീഡും നമുക്ക് തരുന്ന ഒരു ആളാണ്. അപ്പൊ നമ്മള് ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട്, എന്റെ ഇഷ്ടമല്ലാത്ത പല സ്വഭാവങ്ങളും അവര് സഹിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് എല്ലാ ഇഷ്ടങ്ങളും എനിക്ക് അതുപോലെ നടത്തണം എന്ന് എനിക്കും പറ്റില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ അവസാനം പറഞ്ഞു, ഇത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ഡോക്യുമെന്ററി അല്ല ഞാൻ ചെയ്ത്, ഒരു ഷോർട്ട് ഫിലിമാണ് ചെയ്ത്. ശരി, ഇതാണ് നീ ഡോക്യുമെന്ററി എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ചെയ്തതല്ലേ കണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ എന്താ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞില്ല, നമ്മുടെ ഇനിയിപ്പോ കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അവർക്കൊക്കെ ഭയങ്കര അനിയത്തിക്കും മക്കൾക്കും വീട്ടുകാർക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അവര് അല്ലെങ്കിലും ഒരിക്കലും നോ പറയാറില്ല. നമ്മളെ അമ്മാമ്മമാരൊക്കെ അന്ന് ഒരുമിച്ചുള്ളതാവുമ്പോ നമുക്ക് പേടിയായിരുന്നു. ഈവൻ ഒരു ചുരിദാറൊക്കെ ഇട്ടാ ഞങ്ങൾ കണ്ടഞ്ചാടി കോളേജിൽ പോവുക, നേരെ മുന്നിൽ കൂടെ പോവില്ല. സാധാരണ ഒരു പാവാടിയും ബ്ലൗസ് ആണല്ലോ അന്നത്തെ ഒരു വേഷം. അതല്ലാണ്ട് നമ്മൾ ഒരു ചുരിദാറൊക്കെ എപ്പോഴെങ്കിലും ഇട്ടാല് പിന്നിക്കൂടെ, വീടിന്റെ പിന്നിക്കൂടെ ഇവർ കാണാണ്ടൊക്കെ ചാടിപ്പോവും, കാണാതിരിക്കും. അത്രയും ഒരു അമ്മാമ്മമാരെയൊക്കെ പേടിയുള്ള ഒരു അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചോദിക്കാൻ തന്നെ നമുക്ക് തോന്നില്ലല്ലോ. അപ്പൊ അമ്മമാര് അല്ല, അവർക്ക് സ്നേഹമില്ലെന്നല്ല കേട്ടോ പറയാം, അവർക്ക് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അന്നത്തെ ആ ഒരു രീതി അങ്ങനെയാണല്ലോ, അവർക്ക് ഭയങ്കര സ്നേഹം. എനിക്ക് വേണ്ടിയിട്ട് ഒരു ഭക്ഷണ സാധനങ്ങളാണെങ്കിലും നമുക്ക് എനിക്കൊരു അനിയത്തിയാണ്, അവർക്ക് അതൊക്കെ ചെയ്യും. പക്ഷെ ഈ ഒരു അവര് ടിപ്പിക്കൽ ഒരു നായർ ഫാമിലിക്ക് ഉണ്ടായിരുന്ന എല്ലാ റെസ്ട്രിക്ഷനും നമുക്ക് അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഇപ്പൊ പിന്നെ ഇവിടെ ഇപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ അവരൊന്നും ഇല്ല, ഇപ്പൊ മരിച്ചു. അമ്മായിമാരൊക്കെ ഉണ്ട്. ഇപ്പോ വർക്ക് കണ്ടപ്പോ എല്ലാവർക്കും പക്ഷെ നിനക്ക് ഇങ്ങനെയൊക്കെ കരയാനറിയോന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതെനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവര് മഹേഷ് റിഹേഴ്സൽ സമയത്ത് അനിതയായാലും ദേവചേച്ചിയായാലും ശ്രീജയായാലും പിന്നീന്ന് ഇങ്ങനെ ആ ഒരു പണ്ടത്തെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ നമുക്ക് ആ ഇമോഷൻ വരും. അപ്പൊ ഞാൻ കരഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ചെയ്ത ഒരു ഷൂട്ടിങ് നടത്തിയൊരു വീടുണ്ട്, അവിടെ വെച്ചിട്ട് ടീച്ചറെ നമുക്കൊന്ന് ആ സീനൊന്ന് എടുത്തു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നോക്കുമ്പോൾ ഇവർ ബാക്കിലുണ്ട്. ഇവർ ബാക്കിൽ നിന്നിട്ട് പണ്ടത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്ന പോലെ കുട്ടിക്കാലത്തെ അനുഭവം. അപ്പോഴും എനിക്ക് കരച്ചിൽ വന്നു. പക്ഷെ ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ നിധിയും പോയി, അവരുടെ ഷൂട്ട് കഴിഞ്ഞു, ദേവി ചേച്ചിയുടെ ഷൂട്ട് കഴിഞ്ഞു, ശ്രീജർ കഴിഞ്ഞു. അപ്പോ എനിക്കൊരു ടെൻഷനായി. എനിക്കിനി അവിടെ പോയി, അതും ഒരു പബ്ലിക് സ്പേസ് ആണല്ലോ, ഒരു ബസ് സ്റ്റോപ്പ് ആണല്ലോ, അവിടെ പോയിരുന്ന ഇനിയിപ്പോ ആ സമയത്ത് എനിക്ക് കരച്ചില് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള. ഇവര് പോയി കഴിഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് ചെറിയൊരു പരിഭ്രമം തോന്നി. അപ്പൊ ഞാൻ അവിടെ ഫാമഷെയറിൽ റിസോർട്ട് പോലുള്ള ഒരു താമസ സ്ഥലം കേട്ടോ, അത് പറയാതെ വയ്യ. എന്റെ ഫുഡ് ദൈവമേ ഭയങ്കര ഫുഡായിരുന്നു. സ്പെഷ്യൽ പല വെറൈറ്റിയിലുള്ള ചായയും, ശംഖുപുഷ്പം ചായ, ഇതൊക്കെ ശംഖുപുഷ്പം പുട്ട്, അങ്ങനെ പല അത് ഓർക്കാതിരിക്കാൻ വയ്യാതെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അപ്പൊ ഞാൻ ആ റൂമിൽ പോയിരുന്നിട്ട് എനിക്ക് എന്റെ ലൈഫിൽ വിഷമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ അന്ന് വൈകുന്നേരം വരെ ആലോചിച്ച് കിടന്നു. വേറെ ഒന്നും മിണ്ടാണ്ട് ഇവരൊക്കെ പോയില്ലോ, എനിക്ക് കരച്ചിൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും. അപ്പൊ അന്ന് മൊത്തം ഞാൻ അങ്ങനെ വിഷമിക്കുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ഓർത്ത് പിന്നെ അവിടെ പോയി പറഞ്ഞപ്പോ വന്നപ്പോ അത് യൂസ് ചെയ്യേണ്ട വന്നില്ല. ഇല്ലില്ല, നാച്ചുറൽ ആയിട്ട് കരഞ്ഞു. അപ്പൊ അവിടെ ബസ് സ്റ്റോപ്പിൽ 2-3 സ്ത്രീകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇത് കണ്ടിട്ട് പിന്നെ അവർക്കൊക്കെ വിഷമമായിട്ട് കരഞ്ഞു. അവര് ബസ് സ്റ്റോപ്പില് ശരിക്കും 2-3 പേരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ അതിലേ പോകുന്നവര് ഒരാള് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ റോട്ടി ശരിക്കും ബസ് റൂട്ടാണ്, ബസ് സ്റ്റോപ്പ് അതിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ ബസ് പോകുന്ന റൂട്ടാണ്. അപ്പൊ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചില സിനിമകളിലൊക്കെ നമ്മള് ചിലരുടെ കരച്ചിൽ കേട്ടാൽ നമുക്ക് ചിരിയാണല്ലോ വരിക. അപ്പൊ എനിക്ക് അതൊരു പേടിയുണ്ട്, ഈശ്വരൻ നമുക്കിത് വർക്ക്ഔട്ട് ചെയ്തിട്ട് കോമഡി ആയ പോലെ തോന്നുമോ എന്നൊരു സംശയമൊക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ പറഞ്ഞു അല്ല ശരിക്കും നല്ല ഇതുണ്ട്. പിന്നെ എനിക്ക് സ്വസ്ഥതയില്ല. അപ്പൊ ഞാൻ വീട്ടിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കലാപാഠശാലയിൽ പിന്നെ അവിടുത്തെ ആക്ടേഴ്സ്, അവിടെ ആക്ടേഴ്സ് ഉണ്ട്, പിന്നെ സംവിധാനം ചെയ്യുന്നവരുണ്ട്, രചന ചെയ്യുന്നവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ബിറ്റ് ഞാൻ അവർക്കൊക്കെ ഒന്ന് ഈ ഷെയർ ചെയ്ത് കൊടുത്തു അന്ന് തന്നെ മറ്റേ മൊബൈലിൽ എടുത്തപ്പോ. അപ്പൊ അവരൊക്കെ അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല ഭയങ്കര രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. അപ്പൊ എനിക്ക് പറ്റും എന്നൊരു, അല്ലെങ്കിൽ എനിക്ക് നമുക്ക് ചില സീനൊക്കെ കരച്ചിലൊക്കെ കണ്ടാൽ നമുക്ക് ചിരിയാണല്ലോ. അപ്പൊ അങ്ങനെ ആയിപ്പോവോ, ബോറായി പോവോ എന്നൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പോ അവരൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പറ്റുമായിരിക്കും എന്നൊരു തോന്നൽ വന്നപ്പോ പിന്നെ അത് ശരിക്കും പിന്നെ അത് ചെയ്യാനും പറ്റി. അവരെ അടുത്തിരിക്കുന്നവർ, ആ സ്റ്റോപ്പിലിരിക്കുന്നവരൊക്കെ ഒന്ന് കരയൊക്കെ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായത് വർക്കൗട്ട് ആവുന്നുണ്ട്.
അതിപ്പോ ഇത് കഴിഞ്ഞിട്ട് കണ്ടുവരും എന്റെ സ്റ്റുഡൻസ് പറഞ്ഞു, പിന്നെ ചില ടീച്ചേഴ്സ് പറഞ്ഞു, അയ്യോ ആ സീൻ കണ്ടപ്പോ ഞങ്ങൾ ടീച്ചർ കരയുന്ന കണ്ടപ്പോ ഞങ്ങൾക്കും സങ്കടം വന്നിട്ടോ, ഞങ്ങൾ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അരുണിന്റെ ഫാമിലിയൊക്കെ ഇത് കണ്ടിട്ട് എന്ത് പറഞ്ഞിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അമ്മ കണ്ടിരുന്നു ഫസ്റ്റ് സ്ക്രീനിങ്ങിന്റെ സമയത്ത്. ഇപ്പോഴാണ് റിലീസിംഗ് സമയത്താണ് ബാക്കി എല്ലാവരും കാണുന്നത്. ഫാമിലിയായാലും ഫ്രണ്ട്സായാലും എല്ലാവരും കണ്ട് നല്ല അഭിപ്രായം തന്നെയാ പറഞ്ഞത്. അവര് പറഞ്ഞ പോലെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പലർക്കും കാണാൻ സാധിച്ചിരുന്നു. ഫെസ്റ്റിവൽസിൽ മാത്രമായിരുന്നല്ലോ റിലീസ് ചെയ്തത്. അപ്പൊ അവര് പലർക്കും കാണാൻ സാധിച്ചിരുന്നില്ല. അവര് ഇപ്പൊ കണ്ടപ്പോ എല്ലാവരും നല്ല അഭിപ്രായം. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായാലും അവര് എല്ലാവരും നല്ല അഭിപ്രായം, നല്ല സപ്പോർട്ടാണ്. ഹോസ്പിറ്റലിൽ അങ്ങനെ ഈ അഭിനയിക്കാനായിട്ട് ലീവിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോ കുഴപ്പമൊന്നുമില്ല? ഇല്ല, മുളഞ്ഞ് ചെയ്തപ്പോ ഞാൻ വർക്കിന് കയറിയില്ലായിരുന്നു. നഴ്സിംഗ് പഠിച്ച് അത് കഴിയുന്ന സമയത്തായിരുന്നു. എക്സാമിന്റെ ഒക്കെ സമയം, ലാസ്റ്റ് എക്സാമിന്റെ ഒക്കെ സമയത്തായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ ഉടനെയാണ് ഞങ്ങൾക്ക് ഷൂട്ടിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെയായിരുന്നു ആ സമയത്ത്. അങ്ങനെ പിന്നെ ഇതിനു വേണ്ടി മുളഞ്ഞിക്ക് വേണ്ടിട്ട് പിന്നെയുള്ള അതിനൊക്കെ ലീവ് എടുത്ത് വരുന്നതിനൊക്കെ സപ്പോർട്ട് തന്നെയായിരുന്നു. പിന്നെ അഭിനയം കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെയാണോ താല്പര്യം? അഭിനയവും പാരലലായിട്ട് നഴ്സിംഗും രണ്ടും കൊണ്ടുപോകാനാണ്? പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങോട്ട് എത്തുന്നതാണ്. ഇപ്പൊ ഫാസിലൊക്കെ ആയാലും ഞങ്ങൾ മേൽത്തുമ്പിയിലുള്ള പരിചയം വെച്ചാണ് അന്ന് അവിടെയുള്ള ആളുകൾ തന്നെയാണ്. ബീന ടീച്ചർ, ഇപ്പം അവാർഡ് കിട്ടിയ ബീന ടീച്ചർ ഉൾപ്പെടെയുള്ളവരെ ഉണ്ടായിരുന്നു. അതിൽ അവിടെയുള്ള പരിസരത്തുള്ള എല്ലാവരും വെച്ചിട്ടാണ് അതിന് ഷൂട്ട് ചെയ്തത്. അതായാലും അതുവഴി മുളഞ്ഞായാലും ഒക്കെ ഇങ്ങനെ എത്തിപ്പെട്ടതാണ് ഇതിലേക്ക്. ഞാനായിട്ട് ഓഡീഷൻസിന് അങ്ങനെ ഇതുവരെ അങ്ങനെ പങ്കെടുത്തിട്ടില്ല. അപ്പം ഇനി അവസരങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. നിങ്ങളും ഇനി അഭിനയ രംഗത്ത് സജീവമായിട്ടുണ്ടാവോ? രണ്ടുപേരും ആഗ്രഹം 3 പേരും. എനിക്ക് പിന്നെ അത് പൊട്ടിക്കാൻ പറ്റിയൊരു ഇതില് ഇനി എനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ടാവില്ല എന്നൊരു, ഇതുവരെ നമ്മളിങ്ങനെ ബോണ്ടില് നിൽക്കുമായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഇപ്പൊ ഒരു പ്രശ്നം അതാ സ്റ്റാർട്ടിങ്ങില് പോയി കഴിഞ്ഞപ്പോ പിന്നെ ഇപ്പൊ ഒരു പ്രശ്നമില്ല എന്ന്. ഇപ്പൊ പിന്നെ രാത്രി ഇപ്പൊ ഷൂട്ടിംഗ് ആണെങ്കിലും ഇതാണെങ്കിലും കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ അപ്പൊക്കെ ഒരു കുഴപ്പമില്ല. അത് ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ വരുന്ന ചെറിയൊരു ഇതായിരുന്നു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ കുഴപ്പമില്ല. ഞങ്ങള് 3 പേരും ഡിയർ ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു കഴിഞ്ഞു. ഇത് റിലീസായിട്ടില്ല. ഡിയർ ടീച്ചർ, അത് നിങ്ങളുടെ ലൈഫ് തന്നെ ആയിരിക്കും തോന്നുന്നു. ടീച്ചർ ഒരു ഏതാണ്ട് അതല്ല, എന്റെ ലൈഫായിട്ടില്ല. ഈ ടീച്ചർ ഞാൻ ടീച്ചറായിട്ട് തന്നെയാണ് അതില്. ടീച്ചറും ടീച്ചറായിട്ടാണ്. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതെ, ആ ഒരു വീട്ടിലെ പണിക്കാരത്തി സെർവന്റ് ആയിട്ട് ചെല്ലുന്ന മറ്റേ ടീച്ചറുടെ വീട്ടിലേക്ക്, അങ്ങനെയുള്ള ഒരു തീമായിട്ടാണ് അതില്. ഓക്കെ. അപ്പൊ ഈ ടീച്ചിങ് ലൈഫും അഭിനയം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പാടുണ്ടാവുമോ? ടീച്ചിങ് എന്റെ പാഷനാണ്. അതാണ് അത് കഴിഞ്ഞിട്ട് എന്റെ സൈഡിൽ കൂടെ അങ്ങനെ കൊണ്ടുപോകും. ടീച്ചിങ്ങുള്ളവർക്ക് എളുപ്പമാണെന്നാ ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളെ കുട്ടികളെ ഇപ്പൊ മിമിക്രി, മോണോക്ട്, നാടകം, ഇതിലൊക്കെ നമ്മൾ അവരെ ഇങ്ങനെ ഇപ്പൊ ഒരു നാടകത്തിന്റെ ഇത് വരുമ്പോ ഒരു പ്രാവശ്യമൊക്കെ അവർക്ക് റിഹേഴ്സൽ ചെയ്തു കൊടുത്തു, പിന്നെ നമ്മളാണല്ലോ അവര് ഇത് ശരിയാക്കി. ഞങ്ങളുടെ വിദ്യാലയത്തിൽ മിറാക്കിൾ വിഷൻ ഇംഗ്ലീഷ് ചാനലുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാൻ കുട്ടികൾക്ക് നല്ലൊരു പ്രയാസമായിരുന്നു. അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ മൊത്തം നാടകമാക്കിയിട്ടും അല്ലെങ്കിൽ ഡാൻസ് ആക്കി കോറിയോഗ്രാഫി ആക്കിയിട്ട് കൊണ്ടുവരാം. അപ്പൊ കുട്ടികളുടെ എല്ലാ സ്കില്ലോടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ബീന ടീച്ചർ എന്റെ സ്കൂളിലാണല്ലോ. ഞങ്ങൾ 2 പേരും കൂടിയാണ് ഈ മിറാക്കിൾ വിഷൻ കൊണ്ടുപോകുന്നത്. മറ്റേ അധ്യാപകരൊക്കെ സഹായിക്കെങ്കിലും കൂടി ഇപ്പൊ എല്ലാ കഴിവും കുട്ടികളെ അങ്ങനെ നമുക്ക് അവര് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത് ഒരു മിറാക്കിൾ എന്നുള്ള പേര് പോലെ തന്നെയാണ് ശരിക്കും ഇംഗ്ലീഷ് പഠനം. അപ്പൊ പത്മ ടീച്ചർ പറഞ്ഞ പോലെ നമ്മളും കൂട്ടത്തിൽ അഭിനയിച്ചു പോകും. അപ്പൊ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അഭിനയിക്കും കൂടി ചെയ്യുന്ന ആ ഒരു സ്കില്ല് ഓൾറെഡി ഉണ്ട് നമുക്ക്. അതാണ് ഞങ്ങളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. ഈ മിറാക്കിൾ ശരിക്കും പറഞ്ഞപ്പോ നാഷണൽ ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ്. ഞാനത് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ജില്ലയിൽ നിന്ന് സെലക്ഷൻ കിട്ടി, സ്റ്റേറ്റിൽ നിന്ന് സെലക്ഷൻ കിട്ടി. എന്റെ ഇന്റർവ്യൂ ആയിരുന്നു എനിക്ക് വലിയാണ് നാഷണൽ ലെവലില്. അപ്പൊ അവരെ ഇന്റർവ്യൂവിൽ മിറാക്കിൾ എന്ന് പറഞ്ഞപ്പോ ഇത് ശ്രീതി മിറാക്കിളസ് എന്നാണ് അവരുടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടായത് വീഡിയോ കണ്ടപ്പോ. എല്ലാ കഴിവും നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഡെയിലി ഞങ്ങളൊക്കെ അഭിനയിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ കറക്റ്റാ പറഞ്ഞത്. അതെ. അപ്പൊ എന്തായാലും ടീച്ചിങ് ലൈഫും പറഞ്ഞ പോലെ അഭിനയവും എല്ലാവരുടെയും, നമുക്ക് ഒരാള് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല ഇതിൽ അഭിനയിച്ച്. നിങ്ങളുടെ വേറൊരു സിബ്ലിംഗ് ഷീല ചേച്ചിയാണ്, ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. ഷീല ചേച്ചി മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ. എന്തായാലും ഇന്റർവ്യൂ ചേച്ചി കാണുമ്പോ ഷീല ചേച്ചിയും കൂടെ ഇവിടെ വേണ്ടതായിരുന്നു. അപ്പൊ എന്തായാലും ഈ 4 ചേച്ചിമാരുടെയും അരുണിന്റെയും എല്ലാവരുടെയും അഭിനയമോഹവും അങ്ങനെ തന്നെ പോട്ടെ. അഭിനയമോഹം ഒരുപാട് അവസരങ്ങളും കിട്ടട്ടെ. മുളഞ്ഞി പോലുള്ള നല്ല ഷോർട്ട് ഫിലിംസും ഇനി അത് സിനിമ ഓൾറെഡി സിനിമയിൽ എസ്റ്റാബ്ലിഷ് ആയി എങ്കിലും ഇനി സിനിമ അവസരങ്ങളും ഒരുപാട് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മുളഞ്ഞി കാണാത്തവര് നിങ്ങൾ തന്നെ പ്രേക്ഷകരോട് പറഞ്ഞോളൂ കാണാനായിട്ട്. തീർച്ചയായിട്ടും എല്ലാവരും കാണണേ മുളഞ്ഞി കാണാത്ത. ശരിക്കും അത് ഏറ്റവും വലിയ ഹാർട്ട് ടച്ചിങ്.
fruitfully, meaningfully will touch their hearts. Yes, അപ്പൊ മഹേഷിന്റെ ഒരു ഫസ്റ്റ് സംരംഭം മഹേഷിന് സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും സിനിമ പ്രാൻ തന്നെയാണ്. അപ്പൊ അത് ഡെഡിക്കേറ്റഡും ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു എഫേർട്ട് കിട്ടട്ടെ. മഹേഷിന് തീർച്ചയായിട്ടും കിട്ടണം. And he deserves. അപ്പം മഹേഷ് ഇവിടെ ഇരിപ്പുണ്ട്, മഹേഷ് എല്ലാം കേൾക്കുന്നു. അപ്പൊ മഹേഷിന് കൂടുതൽ അവസരങ്ങൾ മഹേഷിനും കിട്ടട്ടെ, നിങ്ങൾക്കും എല്ലാ അവസരങ്ങളും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ഇവിടെ ഇത്രയും നേരം നമ്മുടെ കൂടെ വന്നതിലും ഒരുപാട് സന്തോഷം. എല്ലാരും കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, ഒരുപാട് സന്തോഷം. അപ്പൊ താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി വരുന്ന വർക്കുകൾക്കെല്ലാം ഓൾ ദി ബെസ്റ്റ്. Thank Thank you. you very much.